ശങ്കുജിദാസ് സവർക്കറെ ഉപയോഗിച്ചുകൊണ്ട് സവർക്കറെ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടത്തിയത് ലോക്സഭയിൽ. സവർക്കറെ അനുകൂലിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി കത്തയക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിന് ബ്രേവ് സൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. 1971 ശ്രീ വീർ സവർക്കറുടെ പേരിൽ ഇന്ത്യയുടെ തപാൽ വകുപ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മുത്തശ്ശിയോട് ചോദിക്കണം, ഇങ്ങനെ ഒരാളായിരുന്നെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കി അദ്ദേഹത്തെ ആദരിച്ചത്. ശ്രീ സഭാപതി വേണു ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് വേഗത്തിൽ മറുപടി പറയാൻ വിചാരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് കലാപം ഉണ്ടായി, അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അന്ന് രാജധർമ്മം പാലിച്ചില്ല. വർഗീയ കലാപങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതല്ല, രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പേരിൽ നടക്കുന്നതാണ്. ഇവിടെ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഒരു മതവിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് കൊന്നിട്ടുള്ള ഒരേ ഒരു കലാപം ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം, അവിടെ താടിയും തലപ്പാവുള്ള ആളുകളെ കോൺഗ്രസ് വോളണ്ടിയർമാർ തെരുവിലിറങ്ങി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞുപിടിച്ച് ചുട്ടുകൊന്നിട്ടുള്ള സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. വൻമരങ്ങൾ വീഴുമ്പോൾ അടുത്തുള്ള മണ്ണ് കുറച്ച് കുലുങ്ങും, അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വർഗീയ കലാപങ്ങളെ പറ്റി പറയാനുള്ള അവകാശം എന്താണ് എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ്. രണ്ട്, ജുഡീഷ്യറിയിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. ചലമേശ്വരൊക്കെ പുറത്തിറങ്ങിയിട്ട്, ചമലേശ്വർ അല്ല കേട്ടോ, ചലമേശ്വറാണ്, ജസ്റ്റിസ് ചലമേശ്വർ. ആയിക്കോട്ടെ. ചലമേശ്വരൊക്കെ പുറത്തിറങ്ങി എന്താണ് വലിയ വാർത്താ സമ്മേളനം നടത്തിയത്. എന്താണ് പ്രശ്നം? ജുഡീഷ്യറിയിലുള്ള മുതിർന്ന ന്യായാധിപന്മാർ തമ്മിൽ കേസിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട തർക്കം. അന്ന് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് ആണ് മാസ്റ്റർ ഓഫ് ദ റൂസ്റ്റർ. ആരൊക്കെ ഏതൊക്കെ കേസ് പരിഗണിക്കണമെന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസുമായി ഉണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് അന്നത്തെ ധനഞ്ജയ് ചന്ദ്രചൂഡ്, അതേപോലെ തന്നെ ചലമേശ്വർ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ന്യായാധിപൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടു. അതിൽ സർക്കാർ എവിടെ കക്ഷിയാവുന്നു? നരേന്ദ്രമോദിയോ BJP സർക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അത് ജുഡീഷ്യറിയുടെ ഉള്ളിലുള്ള തർക്കം. എന്നാൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാ? ഭരണകൂടത്തോട് ആശയപരമായിട്ടുള്ള പ്രതിപത്തിയുള്ള ആളുകൾക്ക് മാത്രമേ ന്യായാധിപന്മാരാവാൻ പാടുള്ളൂ. DN ഹസ്കർ എന്ന് പറയുന്ന ആൾ ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആവുമ്പോഴാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി, പാക്കിംഗ് അപ്പ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന സങ്കല്പം അവതരിപ്പിക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ 1973 മെജോറിറ്റി ജഡ്ജ്മെന്റ് പറഞ്ഞതിന്റെ പേരിൽ, അതായത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ പാലിക്കാൻ അമെന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പാർലമെന്റിന് ഉത്തരവാദിത്തമുണ്ട്, ബേസിക് സ്ട്രക്ചറെ ആൾട്ടർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലെ 7:6 മെജോറിറ്റി ജഡ്ജ്മെന്റ് പറഞ്ഞതിന് 3 സീനിയർ ന്യായാധിപന്മാരെ മറികടന്നുകൊണ്ട് ജൂനിയർ ആയിരുന്ന മൈനോറിറ്റി ജഡ്ജ്മെന്റ് പറഞ്ഞതിൽ AM റായിന്, അത് എന്താണ് ഗ്രോവറേയും ഒക്കെ മറികടന്നുകൊണ്ട് ജൂനിയർ ആയിട്ടുള്ള ജഡ്ജിനെ ന്യായാധിപനായിട്ട് നിയമിച്ച് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചിട്ടുള്ളത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോ ഇവിടുത്തെ ജുഡീഷ്യറിയെ പോലും പാക്കപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അനുഭവം ഈ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണുള്ളത്. പിന്നെ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ വരെ അദ്ദേഹം ഈ ചർച്ചയിൽ തയ്യാറായി. അതായത് സൈനികരും അതേപോലെ തന്നെ പോലീസുകാരും ഒന്നും ഡ്യൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയന്തരാവസ്ഥയൊക്കെ അടിച്ചേൽപ്പിക്കേണ്ടി വരും, അതൊന്നും കുഴപ്പമില്ലാന്ന്. എന്ന് JP നാരായണൻ നടത്തിയിട്ടുള്ള ആഹ്വാനത്തിന്റെ പേരിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സാർ 1975 ജൂൺ 25-ആം തീയതിയാണ്. ജൂൺ 24-ആം തീയതി ഉണ്ടായ സംഭവം എന്താണെന്നറിയോ? ജൂൺ 24-ആം തീയതിയാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ കേസിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വിധി പറഞ്ഞത്. ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമില്ല, പാർലമെന്റിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശമില്ലാന്ന്. അതായത് 1971 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ എന്ന് പറയുന്ന കേസിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ അട്ടിമറിച്ചു എന്നുള്ള രാജ്നാരായണന്റെ കേസ് ശരിവെച്ചുകൊണ്ട് അലഹാബാദ് കോടതി ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദാക്കുകയും ഇന്ദിരാഗാന്ധി 6 വർഷത്തേക്ക് അയോഗ്യയാക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കില്ലെന്ന സാഹചര്യം വരികയും ചെയ്തു. അതിനെതിരെയാണ് ഇവിടെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവരോട് പ്രധാനമന്ത്രിയായി തുടർന്നോളൂ, പക്ഷേ MP എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കില്ല, വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 6 വർഷത്തേക്കുള്ള അയോഗ്യത നീക്കാനും തയ്യാറായില്ല. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അടുത്ത ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ബാത്തബിൽ കിടത്തിയായിരുന്നു പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലിയെ കൊണ്ട് കുളിക്കുന്നിടത്ത് കൊണ്ടായിട്ട് അടിയന്തരാവസ്ഥ പ്രൊക്ലമേഷൻ ഒപ്പിടിച്ചത് ശങ്കർ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ് JP നടത്തിയിട്ടുള്ള ആഹ്വാനത്തിന്റെ പേരിലാണെന്ന്. ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന സമരാഹ്വാനങ്ങളുടെ പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് എത്ര അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കണമായിരുന്നു എന്ന് അങ്ങൊന്ന് ആലോചിക്കണം. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഭരണഘടന തന്നതെന്ന് അങ്ങ് ആവർത്തിക്കുകയാണ്. കോൺഗ്രസിന്റെ ഔദാര്യം തന്നെയാണ്, ശ്യാമപ്രസാദ് മുഖർജിനെ ആ കമ്മിറ്റിയിൽ എടുത്തത് ഔദാര്യമാണ് എന്നൊക്കെയാണ് അങ്ങ് പറയുന്നത്. അങ്ങ് ആലോചിക്കണം, നിങ്ങളിപ്പോ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസേ അല്ല അന്നത്തെ കോൺഗ്രസ്. അന്നത്തെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. 19
1951-52 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് അത് ഇലക്ഷൻ കമ്മീഷൻ തമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുന്നത്. ആ പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. 1969 ആ പാർട്ടി പിളർന്നു. ഇന്ദിരാഗാന്ധി, ഇന്ദിര ആർ എന്ന് പറയുന്ന രണ്ട് പാർട്ടി, ഔദ്യോഗിക സംഘടനാ കോൺഗ്രസ് ഇന്ദിര ഒ ആയി കാമരാജിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് റെക്യൂസേഷനിസ്റ്റ് എന്ന് പറയുന്ന കോൺഗ്രസ് ആറായി. കോൺഗ്രസ് ഓക്കെയാണ് ഒഫീഷ്യൽ പാർട്ടിയുടെ സ്റ്റാറ്റസ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത്. അതിനുശേഷം 1977 ഇന്ന് നിങ്ങൾ കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത് പുതിയ ചിഹ്നത്തോട് കൂടിയിട്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒന്നിച്ചണിനിന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, അതിൽ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ഹിന്ദു നാഷണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സ്വതന്ത്ര പാർട്ടിക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ടാണ് അതിന് റെപ്രസെന്റേറ്റീവ് സ്വഭാവം ഉണ്ടായത്, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടായത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പേരുകൾ: ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്ന BN റാവു, അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ആദ്യത്തെ ന്യായാധിപനായിട്ടുള്ള ഇന്ത്യക്കാരനാണ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നത്. അദ്ദേഹമാണ് ലോകത്തുള്ള മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷനും പോയി പഠിച്ചിട്ട് ഇന്ത്യക്ക് ആദ്യത്തെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സമർപ്പിക്കുന്നത്. 273 ആർട്ടിക്കിൾ ഉള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആദ്യത്തെ കമ്മിറ്റി നിലവിൽ വന്നത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിന്റെ പ്രസിഡന്റ്. പിന്നീട് HC മുഖർജി ഭരണഘടന നിലവിൽ വന്നിട്ട് നടത്തിയിട്ടുള്ള സെൻട്രൽ അസംബ്ലി സ്പീച്ചില് ഡോക്ടർ BR അംബേദ്കർ തന്നെ പറയുന്നത് ഈ ഭരണഘടനയെ പറ്റി പറയുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട രണ്ട് പേരുകൾ, ഒന്ന് ഡോക്ടർ BN റാവുവിന്റെയാണ്, ഒന്ന് HC മുഖർജിയുടേതാണ്. HC മുഖർജി ആയിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. നമ്മൾ കാണുന്ന ഈ ഇതുണ്ടാക്കിയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ, ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ സ്പീക്കർ ആവുന്ന GV മൗലൻകർ, ഇവരൊന്നും ചരിത്രത്തിലേ ഇല്ല, ചിത്രത്തിലേ ഇല്ല. ജവഹർലാൽ നെഹ്റു എവിടെ നിന്നോ കുഴിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള അദ്ഭുത പ്രതിഭാസമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളാണ് വ്യക്തി ആരാധനയിൽ, നിങ്ങളാണ് താരാരാധനയിൽ, നിങ്ങളാണ്. ശരി, ശ്രീ സേനാപതി വേണു, മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത് ലോക്സഭയിലെ ഈ ചർച്ചാവേളയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പോലും കോൺഗ്രസിനെയാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നത്, നെഹ്റു കുടുംബത്തെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്, കോൺഗ്രസിന് സ്വന്തം ഭരണഘടനയിൽ പോലും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് ഇന്ത്യ സഖ്യത്തെ കണക്കിലെടുത്തിട്ട് പോലുമില്ല ഇപ്പോൾ NDA സർക്കാർ. അതുമാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസിനെ അനുകൂലിക്കുവാനും കഴിയുന്നില്ല. ഇപ്പോൾ ഈ സവർക്കറുടെ വിഷയത്തിൽ തന്നെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള ഉദ്ധവ് താക്കറെയുടെ നിലപാട് വേറെയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതേ കാര്യം ഇന്ന് മന്ത്രിമാർ പോലും ഉന്നയിക്കുന്നതും കാണാമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ച പോകുന്നതല്ലേ ഞാൻ ആദ്യം ചോദിച്ച പോലെ കോൺഗ്രസിന് ഗുണകരം ലോക്സഭയിൽ, അതോ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാനുള്ള രാഹുലിന്റെ ആ പോരാട്ട വീര്യമാണോ കാണുന്നത്? അല്ല, ആ പോരാട്ട വീര്യം കൊണ്ടാണല്ലോ 303 നിന്ന് ഇവരെ 240 എത്തി കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക് ഇവരെ എത്തിച്ചത്. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണല്ലോ. അപ്പൊ ഇവരാരെയാ ഭയപ്പെടുന്നത്? ഭയപ്പെടുന്ന ആള് എന്ന് പറയുന്നത് അത് രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവുമാണ്. ഇവർ നിശ്ചയമായിട്ടും അതുകൊണ്ട് അവരെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്നുള്ളത് ഇവരുടെ നിരന്തരമായിട്ടുള്ള പ്രക്രിയ. പക്ഷെ അതിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് കടന്നു വന്ന, അതായത് പ്രസംഗം അവരുടെ കന്നി പ്രസംഗത്തിനും വേദിയാവുകയുണ്ടായി ഈ ഭരണഘടനാ ചർച്ച. പക്ഷെ അവിടെ ഒരു സെൽഫ് ഗോൾ കൂടി കടന്നു വന്നു. സ്വന്തം സർക്കാരിനെതിരെ അവർക്ക് പരാമർശം നടത്തേണ്ടി വന്നു. അതും പൊതുവെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ഉണ്ടായത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്ത് ഇപ്പോ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ ആരൊക്കെയാണ് ഈ പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ചർച്ചകളിൽ ഉണ്ടോ? ഇല്ലല്ലോ. അവരൊക്കെ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു നിൽക്കുന്നത്? അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോ കേവല ഭൂരിപക്ഷം പോലും പാർലമെന്റിൽ ഇല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ്. ഇത്രയും കാലം അദ്ദേഹം മോദി കാ സർക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ച് ഇപ്പോഴാണല്ലോ അദ്ദേഹം NDA എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തെക്കുറിച്ച് പോലും പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നിരന്തരമായി കോൺഗ്രസിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഇവരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ്. ഞാൻ ശ്രീ ശങ്കുട്ടിദാസിനോട് വിനയപുരസരം ചോദിക്കുന്നു, മണിപ്പൂരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ ഇവിടെ ഭരണഘടനയും ഭരണഘടനാ സംരക്ഷണത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എന്താണ് മണിപ്പൂരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങൾ തമ്മിൽ ചരിത്രപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ്. അങ്ങ് സംസാരിച്ചപ്പോ എന്നോട് സംസാരിക്കാൻ പറഞ്ഞ പോലും ഞാൻ സംസാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ പേഷ്യൻസിയോടെ കേൾക്കണം. അതാണല്ലോ നമ്മുടെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ
നമ്മള് ആ, ആ, എന്താ പറഞ്ഞ ലോകത്തെക്കുറിച്ചും ഇപ്പൊ സിറിയയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഉത്കണ്ഠ കൊള്ളുമ്പോൾ മണിപ്പൂർ പോലൊരു സംസ്ഥാനത്ത് കഴിഞ്ഞ 1.25 വർഷമായിട്ട് നടക്കുന്ന സംഘർഷങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല? ഇനി പ്രധാനമന്ത്രി എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോവുകയാണ്. സാർ, 3ാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യ 140-ൽ നിന്ന് തുടങ്ങിയതല്ല. ഇന്ത്യ 7-ൽ നിന്നോ 8-ൽ നിന്നോ ആണ് 3ാമതിലേക്ക് എത്തിയത്. ഈ 7-ഓ 8-ലേക്കോ ഇന്ത്യയെ എത്തിച്ച കഴിഞ്ഞ 50 കൊല്ലം അല്ല 60 കൊല്ലം ഭരിച്ച ഒരു പാർട്ടി ഉണ്ടെന്നേ ഇവിടെ. അതല്ലാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലല്ലോ നമ്മൾ 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഈ 3ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നത് 5-ൽ നിന്നോ 6-ൽ നിന്നോ അല്ലേ? അപ്പൊ ഇത്രയും കാലം ഭരിച്ച എങ്ങനെ ആയിക്കോട്ടെ, 10-ൽ നിന്നും ആയിക്കോട്ടെ, എന്നാലും 10-ൽ നിന്ന് 192 രാഷ്ട്രങ്ങളുള്ള ഐക്യരാഷ്ട്രയിൽ ഉള്ള ഈ ഒരു ലോകത്ത് യൂണിവേഴ്സിൽ നമ്മൾ 10-ൽ നിന്നാണ്. ശരി, നിങ്ങൾ പറഞ്ഞത് ഞാനൊരു വാദത്തിന് വേണ്ടി. ഈ 10-ൽ നിന്നാണേലും 10 വരെ നമ്മൾ എത്തിയത് അത് വെറുതെ എത്തിയതല്ലല്ലോ. അതെത്താനായി ഈ രാജ്യത്ത് നിരന്തരമായി പ്രവർത്തിച്ച് എത്തിച്ച ഒരു ഭരണകൂടവും പാർട്ടിയും. ഞാന് ശിവസേനയുടെ പ്രമുഖനായ ഒരു MP സാമ്ന എന്ന് പറയുന്ന ഒരു പത്രം അവർ നടത്തുന്നുണ്ട് ബോംബെയിൽ നിന്ന്. അതിൽ വന്ന ഒരു എഡിറ്റോറിയൽ ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയോട് പറഞ്ഞു, മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങള് കോൺഗ്രസ് 58 കൊല്ലം ഭരിച്ച ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോ ഈ ആഘോഷപൂർവ്വം ഭരിക്കാം. അതല്ലായിരുന്നുവെങ്കിൽ സൊമാലിയ പോലെ അല്ലെങ്കിൽ ഇത്യോപ്യ പോലെ, അന്ന് അദ്ദേഹം ഉദാഹരിച്ച 2 രാഷ്ട്രങ്ങളാണ്, അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആകുവാനായത് നിങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ. കോൺഗ്രസ് 58 കൊല്ലം ഭരിച്ചത് കൊണ്ടാണ് ഇത്ര സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്ന് നരേന്ദ്രമോദിയെ ഏറ്റവും അധികം ആ കാലഘട്ടത്തിൽ അനുകൂലിച്ചുകൊണ്ടിരുന്ന ശിവസേന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ, ബാൽ താക്കറെയുടെ പത്രമായ സാമ്നയുടെ എഡിറ്റർ സഞ്ജയ് റാവത്ത് MP എഴുതിയത് ഇന്ത്യയിൽ ഉടനീളം പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ആ കോൺഗ്രസിനെ, ഇല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ നിങ്ങൾ 10 കൊല്ലം മുമ്പ് വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ എത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആക്ഷേപിക്കുക. അതിന് നേതൃത്വം കൊടുത്ത പഴയ പ്രധാനമന്ത്രിമാർ, അതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിൽ നിന്ന് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവരെയൊക്കെ ആക്ഷേപിക്കുക നിരന്തരമായി. ഈ ആക്ഷേപങ്ങൾ നടത്തുക എന്നുള്ളത് നിങ്ങളൊരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്. സവർക്കറുടെ കാര്യത്തിൽ, സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ പോയിട്ട്, എന്ത് ജയിലായിരുന്നു? സെല്ലുലാർ ജയിലിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് ഞാൻ ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവില്ല, നിങ്ങൾ ഇന്ത്യ ഭരിച്ചുകൊള്ളൂ എന്ന് ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് അവിടം മുതലാണ് സവർക്കർ എന്ന പഴയ സ്വാതന്ത്ര്യ സമര സേനാനി ബ്രിട്ടീഷുകാരന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്നല്ലോ, അതിലും ഹീനമായ പ്രവൃത്തി ചെയ്തു എന്നുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോ ആ കാര്യത്തെ ശങ്കുട്ടിദാസ് അംഗീകരിക്കുന്നുണ്ടോ? ശരി, സമയം കഴിഞ്ഞുകൊണ്ടാണ് ശങ്കു മറുപടി, പെട്ടെന്നുള്ള മറുപടി. അതിന് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ പ്രശംസാ പത്രം അതാണ് ആയുധമാക്കുന്നത് BJP. ശരി ശങ്കു. ആദ്യ കാലഘട്ടങ്ങളിൽ സെല്ലുലാർ ജയിലിൽ പോയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് അങ്ങ് പറയും. സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള കാലാപാനിയിൽ അടയ്ക്കപ്പെട്ട ഒറ്റ കോൺഗ്രസ്സുകാരന്റെ പേര് പറയും. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് പങ്കെടുത്ത ആളുകളല്ലേ? അവരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാര് കിടന്നത് മറ്റേ താൽക്കാലിക പ്രസിഡന്റായിട്ട് പരിവർത്തനം ചെയ്തിട്ടുള്ള അലിപൂർ പാലസിലേക്കാണ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടേ കിടത്തിയത്. അവിടെ ഇരുന്ന് ബ്രിട്ടീഷുകാരുടെ ചായയും കുടിച്ച് അവിടെ സിഗരറ്റ് വലിച്ച് ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ പോലെയല്ല. സമരത്തിൽ മൂവർണ്ണ കൊടി പിടിച്ച് കോൺഗ്രസിന്റെ കൊടി പിടിച്ചിറങ്ങിയവരെയാണ് സെല്ലുലാർ ജയിലിലേക്കോ ആൻഡമാൻ നിക്കോബാറിലേക്കോ മുഴുവൻ ആളുകളും മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട്. ക്ലെമൻസി പെറ്റീഷൻ കൊടുക്കുക. അതിൽ സെല്ലുലാർ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയാണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ടു ലൈഫാണ്. അവർക്ക് പിന്നീട് ഇന്ത്യൻ മെയിൻലാൻഡിലേക്ക് മടങ്ങി വരാനും അവർക്ക് സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടാനും ക്ലെമൻസി കിട്ടണം. അതുകൊണ്ട് സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രൊവിഷനാണ് 1 വർഷത്തിനും 2 വർഷത്തിനും ശേഷം കൊടുക്കല്. അത് സാവർക്കർ മാത്രമല്ല, ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും. എന്താണ് സുചീന്ദ്ര സന്യാൽ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഭഗത് സിംഗിന്റെ ഒക്കെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ആള്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ആള്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സവർക്കർ എഴുതി കൊടുത്തതിന് സമാനമായിട്ടുള്ള മാപ്പപേക്ഷ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രം എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു എന്ന് അറിയില്ലാന്ന്. 1919 ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനും ഒറ്റയടിക്ക് ക്ലെമൻസി കൊടുത്ത സമയത്ത്, അമിറ്റി കൊടുത്ത സമയത്ത്, ആ സമയത്ത് പോലും സാവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സാവർക്കറുടെ മാപ്പപേക്ഷ 3 വട്ടം സമർപ്പിച്ചിട്ടും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സാവർക്കർ എത്രത്തോളം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളായിട്ട് അവർ കണ്ടിരുന്നതിനുള്ള ഉദാഹരണം.
നിങ്ങൾക്കത് മനസ്സിലാവാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സുദീർഘമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുടനീളം ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും ഈ പറയുന്ന സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല, കാലാപാനിലേക്ക് അയക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അതിഥികളായിട്ട് അവരുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ജയിലുകളിൽ സുഖവാസം അനുഭവിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ബ്രിട്ടീഷുകാരെ കൊടുത്തിട്ടുള്ള ചായ കുടിച്ച് അവരുടെ സിഗരറ്റ് വലിച്ചിട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ, മകൾക്കുള്ള കത്തുകൾ എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായിട്ട് നീട്ടി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിവിൽ പ്രിസണേഴ്സ് ആയിട്ട് എല്ലാ അവകാശങ്ങളുള്ള രാഷ്ട്രീയ തടവുകാരായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെയല്ല സാവർക്കറെ പോലത്തെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്. സ്വന്തം സഹോദരൻ അതേ ജയിലിൽ വർഷങ്ങളോളം കിടക്കുന്നുണ്ടെന്ന് അറിയാണ്ട് ഏകാന്ത തടവിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ആളാണ്. ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. 1909 ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് 1921 മാത്രമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. വീണ്ടും 3 കൊല്ലം അദ്ദേഹം രത്നഗിരിയിലും ആലിപ്പൂരിലുള്ള ജയിലുകളിൽ കഴിയുകയാണ്. എന്നിട്ട് 1924 മോചിക്കപ്പെട്ടിട്ടും അദ്ദേഹം വീണ്ടും 12 കൊല്ലത്തോളം വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. അവസാനം സാവർക്കർക്ക് വേണ്ടി ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ സാവർക്കർ തടവിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായിട്ടുള്ള ജനരോഷം ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോ ആ സമയത്താണ് സാവർക്കർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള മോചനം കൊടുക്കാൻ തയ്യാറായത്. അന്ന് സാവർക്കറുടെ മോചനത്തിന് വേണ്ടി കത്തയച്ചിട്ടുള്ള ആൾക്കാരിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന മഹാത്മാഗാന്ധി ഉണ്ട്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സേനാപതി വേണു അതിനുള്ള മറുപടി കൂടി. കാരണം സവർക്കറെ തന്നെയാണല്ലോ ഇപ്പോഴും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം വീർ സവർക്കറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ രീതിയിൽ പറയുന്നതിനൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയതിന് ശേഷം ഞാൻ ഇനി ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകില്ല, എന്നെ ജയിലിൽ മോചിപ്പിക്കണം എന്ന് മാപ്പപേക്ഷ എഴുതി കൊടുത്തയാള്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഏത് കോൺഗ്രസ്സുകാരൻ 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അങ്ങ് അറിയണം ശങ്കുറ്റിദാസ്, 1500 പേര് അവരെ കണ്ടെത്തിയിട്ടില്ല. എവിടെയാണ് അവരെ കശാപ്പ് ചെയ്ത് നടത്തിയെന്ന്? ഡൽഹിയിൽ മാത്രം 24 മണിക്കൂർ കൊണ്ട് 36 സ്ഥലത്താണ് പോലീസ് വെടിവെപ്പ് നടത്തിയത്. അന്ന് തടവിലാക്കപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ലക്ഷമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഒരാളും അതിനകത്തില്ല. ഈ കോൺഗ്രസ്സുകാരനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ സിവിൽ ജയിലിലൊന്നും അല്ല. ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി.